മറിയം മഹത്വത്തിൻ്റെ മാധ്യസ്ഥ. നാളെ ഞാൻ രാവിലെ ഈ വിഷയമാണ് സംസാരിക്കുന്നത്. മറിയം മഹത്വത്തിൻ്റെ മാധ്യസ്ഥ. നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ടത്, നമ്മുടെ കാലാവസ്ഥ അനുകൂലമായാലും ജീവിത കാലാവസ്ഥ പ്രതികൂലമായാലും നമ്മൾ വിജയിച്ചാലും തോറ്റാലും ദൈവത്തോട് നമ്മൾ പറയുന്നത് എന്താണ്? അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. മനസ്സിലായില്ലേ? അപ്പോഴെന്താണ് ഈ കനായിലെ കല്യാണത്തിൽ ദൈവം ആ പ്രാർത്ഥന ഏറ്റെടുക്കാൻ കാരണം എന്താണ്? മാതാവിൻ്റെ പ്രാർത്ഥനയാണ്. മാതാവ് എന്താ പ്രാർത്ഥിച്ചത്? അവർക്ക് വീഞ്ഞില്ലെന്ന് പറഞ്ഞതല്ല, എനിക്ക് നിനക്ക് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്നൊരു സൈലൻസ് അവിടെ ഉണ്ട്, ഒരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പിൽ മറിയത്തിൻ്റെ പ്രാർത്ഥനയാണ്. എന്താണ്? നടക്കത്തില്ലെന്ന് മനസ്സിലായില്ലേ? ഇത് എനിക്ക് നിനക്ക് എൻ്റെ സമയം ഇനി സമാഗതമായിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴേ സമയം സമാഗതമാകാൻ വേണ്ടി അമ്മയുടെ പ്രാർത്ഥനയുണ്ട്. എന്താണ്? അപ്പാ അങ്ങയുടെ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്നാണ് സമയം ചുരുക്കണത്. എന്താണ്? അത് 12:28 ഫോർമുല അനുസരിച്ചുകൊണ്ട് വളരെ സമയം ചുരുക്കും. എന്താണ്? ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അതുകൊണ്ടാണ് യോഹന്നാൻ പറയണത് യേശുവിൻ്റെ മഹത്വം ആദ്യ അടയാളമാണെന്ന് പറയത്തില്ല. ശ്രുതികട ഹല്ലേലൂയ. യോഹന്നാൻ 2:11 യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അതായത് ഇത് അമ്മയുടെ പ്രാർത്ഥന ഇത് വരണത്. എനിക്ക് നിനക്ക് എൻ്റെ സമയം ഇനി സമാഗതമല്ല എന്നുള്ളത് ശാശ്വതമായ സത്യമാണ്. ആകാത്ത സമയം ആക്കിയെടുക്കുന്നതിന് വേണ്ടി അമ്മ ഉപയോഗിച്ച ഫോർമുല എന്താണ്? അപ്പാ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, അങ്ങേ പുത്രൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ. അപ്പം പെട്ടെന്നാണ് ഉത്തരം. എന്താണ്? ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അതാണ് പറയണത്. അത് ഒന്നിട്ട് വായിച്ച് ആദ്യത്തെ അടയാളം എന്നാണ്. അപ്പൊ ഇനിയും മഹത്വപ്പെടുത്തുന്ന അണ്ടർസ്റ്റുഡ് ആണ് എൻ്റെ അകത്ത്. വായിച്ചേ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ്. അടയാളങ്ങളുടെ അത് ഇനിയും മഹത്വപ്പെടുന്നില്ലേ? 12:18 ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തും. അപ്പൊ അമ്മയുടെ പ്രാർത്ഥന എന്താണ്? അപ്പാ സമയമായില്ലെന്നാണ് ഈശോ പറയണത്. പക്ഷേ എൻ്റെ അസ്ഥയെന്ന് ലോകം വിശ്വസിക്കണം അപ്പാ എന്ന് പറഞ്ഞപ്പോഴാണ് ഇതാ ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടും. അടയാളങ്ങളുടെ ആരംഭമാണ്. പിന്നെ അടയാളങ്ങളുടെ ഘോഷയാത്രയാണ്. കൈയടിച്ചിട്ട് ദൈവികമായ കാര്യങ്ങൾ പറയണമെങ്കിൽ ദൈവികമായ അഭിഷേകവും ആത്മബന്ധവും ഉണ്ടാകണം. ഈ പാടുന്ന ആൾക്കാർക്ക് അഭിഷേകം ഉണ്ടാകണമെങ്കിലും പാട്ട് കേട്ട് പാടുന്ന ആൾക്കാർക്ക് അഭിഷേകം ഉണ്ടാകണമെങ്കിലും മിനിമം പരിശുദ്ധാത്മകമായിട്ടൊരു ബന്ധമുണ്ടാകണം. ആത്മീയ കാര്യങ്ങളെല്ലാം അങ്ങനെയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്ത് ഒപ്പിക്കാൻ പറ്റത്തില്ല. ഇനി കറക്റ്റായിട്ടാണ് ദൈവ വഴികളിലാണ് എങ്കിൽ നമുക്കുണ്ടാകുന്നൊരു ഗുണമെന്ന് പറയുന്നത് ഇപ്സോ ഫാക്ടോ നമുക്ക് അടയാളം ഉണ്ടാകും. നിങ്ങൾ കറക്റ്റ് ട്രാക്കിലാണെന്നുണ്ടെങ്കിൽ അപ്പോഴ് അടയാളം ഉണ്ടാകും. അടയാളമില്ലാതെ പോകുന്നുവെന്ന് കണ്ടാൽ അതിൻ്റെ അർത്ഥം, പ്രത്യേകിച്ച് ഒരു അടയാളമില്ലാത്തൊരു കാലം എന്ന് പറഞ്ഞാൽ നല്ല ആഴമായ ആത്മബന്ധമുള്ളവർക്ക് ചിലപ്പോൾ അടയാളങ്ങൾ കിട്ടത്തില്ല. കാര്യം അടയാളങ്ങളില്ലാതെ തന്നെ അവർ ആത്മബന്ധത്തിലാവും. അവർക്ക് അടയാളങ്ങളില്ലെങ്കിലും ദൈവസാന്നിധ്യത്തെക്കുറിച്ച് അവിടെ ആത്മാവിന് നല്ല സംവേദനം ഉണ്ടാവും. ഫിസിക്കലായിട്ട് ഒരു സാധനം നമുക്ക് വേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനൊരു 10-20 ലക്ഷം ആൾക്കാരെ കൗൺസിൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായിരിക്കണത് അടയാളം ആവശ്യമില്ലാത്ത ആൾക്കാർ വെറും ഒരു 5% മാത്രമേ ഉള്ളൂ. ബാക്കി 95% അടയാളം ആവശ്യമുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും അടയാളം ആവശ്യമുണ്ട്. കാര്യം അടയാളം ആവശ്യമില്ലാത്ത സാഹചര്യം വന്നാൽ പരിശുദ്ധാത്മാവ്, ഇപ്പം നമ്മൾ ഈ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി, അവർ കുറച്ച് ഇൻ്റലിജൻ്റാണ്. ഈ കുട്ടി ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴൊക്കെ കരയാൻ തുടങ്ങും. ഉടമ്പടിയുടെ ധ്യാനം കേട്ടാൽ തന്നെ ഇത് ഈ മൊബൈലിൽ ധ്യാനം കേട്ടാൽ മതി, അപ്പം കരയാൻ തുടങ്ങും. ബൈബിളൊക്കെ വായിച്ചാൽ അപ്പം ബൈബിളിൽ കണ്ണുനീര് വീഴും. അതെന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പരിശുദ്ധാത്മാരുടെ വരദാനങ്ങളിൽ നമുക്കറിയാം ഭാഷാവരം, അതുപോലെ തന്നെ രോഗശാന്തി വരം, വിശ്വാസവരം, നമുക്ക് ദൈവത്തിൽ നിന്ന് കിട്ടുന്നതെല്ലാം
നമ്മൾക്ക് കിട്ടുന്ന വരങ്ങളെന്ന് പറയണത് ബിബ്ലിക്കൽ ആയിട്ടുള്ള ഗിഫ്റ്റുകൾ. അതിന് ഗ്രേസ് എന്നല്ല പറഞ്ഞത്, ഗിഫ്റ്റ് എന്നാണ് പറയണത്. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളെ ഗിഫ്റ്റ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നാണ് പറയണത്. മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് സമ്മാനമൊന്നല്ല, ദാനമൊന്നല്ല, മറിച്ച് വരങ്ങളും ദാനങ്ങളും നമ്മൾ പറയും. പൊതുവെ രണ്ടും കൂടി കൂട്ടിച്ചേർത്ത് പറയും. പക്ഷേ ഇംഗ്ലീഷിൽ ഗിഫ്റ്റ് എന്ന് പറയും. എന്നുവെച്ചാൽ വരം, അതായത് പരിശുദ്ധാത്മാവ് ഭാഷാപരത്തോടെ സംസാരിക്കാൻ കഴിയുന്നത് ഗിഫ്റ്റാണ്. അത് ഗിഫ്റ്റ് ഓഫ് ടങ് എന്ന് പറയും, നാവിൻ്റെ വരമെന്ന് പറയും. നമ്മൾ പ്രാർത്ഥിച്ച് വരുമ്പോൾ പെട്ടെന്ന് പ്രാർത്ഥനയുടെ കൺട്രോൾ പോകും. എന്നിട്ട് പരിശുദ്ധാത്മാവ് നമ്മളിലൂടെ ലല്ലബീസ് പറയാൻ തുടങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഭാഷയ്ക്ക് പരിചയമില്ലാത്ത റിഥമാറ്റിക്, ചിലപ്പോൾ നോൺ റിഥമാറ്റിക് ആയിട്ടുള്ള സ്വരങ്ങൾ പുറപ്പെടുവിക്കും. പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയണത്, അതിന് അടുത്ത് പൗലോസപ്പോസൻ പറയും, അങ്ങനെ ഒരു ആർക്കെങ്കിലും ഗിഫ്റ്റ് ഓഫ് ടങ് കിട്ടിയാൽ അത് ജനങ്ങൾക്ക് കർത്താവ് അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അടുത്തിരിക്കുന്ന ആളിനത് വ്യാഖ്യാനിക്കാനുള്ള വരം ഉണ്ടാവും. അപ്പോൾ അയാളത് പറയണം. വ്യാഖ്യാനിക്കാൻ വരമില്ല ഉള്ള ആരും ആ കമ്മ്യൂണിറ്റിയിൽ ഇല്ലെങ്കിൽ ഭാഷാപരക്കാരൻ നാവടക്കി ഇരിക്കുകയാണ് നല്ലതെന്ന് പറയും. അല്ല പൗലോസപ്പോസൻ്റെ കൊരിന്ത്യസ് ലേഖനത്തിലുള്ളതാണ്. അവൻ്റെ ഗിഫ്റ്റ് ഓഫ് ടങ് പോലെ തന്നെയാണ് അത് നമുക്ക് വിശ്വാസവരം, ഫെയ്ത്ത് ഗിഫ്റ്റായിട്ട് കിട്ടും. നമ്മൾക്ക് ഫെയ്ത്ത് മെക്കാനിക്കലായിട്ട് കിട്ടിയിട്ടുണ്ട്. ഫെയ്ത്ത് 2-3 തരത്തിലാണ് നമുക്ക് ഫെയ്ത്ത് വരണത്. വിശ്വാസം കേൾവിയിൽ നിന്ന് വരും, അല്ലേ? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളിൽ നിന്ന് വരും. അതൊരു വരവാണ്. വിശ്വാസം വിശ്വാസം എങ്ങനെ വരുന്നു, നമ്മളിലേക്ക് എങ്ങനെ വരണത്? വിശ്വാസം നമ്മളിലേക്ക് എങ്ങനെ വരണത്? ഒന്നെങ്ങനെ വരണത്? വിശ്വാസം കേൾവിയിൽ നിന്ന്. പിന്നെന്താണ്? കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന്, അല്ലെങ്കിൽ പ്രസംഗത്തിൽ നിന്ന് ആണ് വിശ്വാസം വരണത്. ഇനി വിശ്വാസം ഗിഫ്റ്റായിട്ട് വരും. കാര്യം ഇതൊരു പ്രാഥമിക, ഇപ്പം നമ്മൾ ഒരു 10ാം ക്ലാസ് വരെയൊക്കെ പഠിക്കണ പോലെ തന്നെയാണ് വിശ്വാസം. കേൾവി യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൽ നിന്ന് ഇങ്ങനെ ബൈബിൾ വായിക്കുകയും ബൈബിൾ പ്രസംഗം കേൾക്കുകയും ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് നമുക്കൊരു വിശ്വാസം നമ്മൾ രൂപപ്പെട്ട് പതുക്കെ വരും. ഭയങ്കര സ്ലോ പ്രോസസ്സാണ് വിശ്വാസം. കേൾവിയിൽ നിന്ന് വരുന്നത് സ്ലോ പ്രോസസ്സാണ്. പക്ഷേ ഉള്ളത് ഉരുക്കായിട്ട് നല്ല ബലമായിട്ടിരിക്കും. അതാണ് ആ വിശ്വാസത്തിൻ്റെ പ്രശ്നം. അതായത് വിശ്വാസം കേൾവിയിൽ നിന്ന് വരണത്. ഇനി ഈ വിശ്വാസം തന്നെ ഗിഫ്റ്റായിട്ട് കിട്ടും. ഗിഫ്റ്റായിട്ട് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നമ്മൾ വിശ്വസിച്ച് നിൽക്കുന്നു. വിശ്വാസത്തിന് വലിയ ഗ്രോത്തൊന്നുമില്ല, പക്ഷെ നമുക്ക് ഭയങ്കരമായ ആഗ്രഹമാണ് വിശ്വാസത്തിൽ വളർന്നേ പറ്റത്തുള്ളൂ. കർത്താവ്, കാര്യം വിശ്വാസം കൊണ്ടാണല്ലോ നീതിമാൻ ജീവിക്കണത്, ഇല്ലേ? ഇപ്പം ഹെബ്രായർ 11:1 എടുത്തേ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ, ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. അപ്പോഴേ ഇത് ഒരു 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങളാണ്. ഈ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് എന്താണ്? ബൈബിൾ പിന്നെയും പറയും, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ തന്നെ നിങ്ങൾ കിടക്കരുത്. വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ കടന്ന് നമുക്ക് പക്വതയിലേക്ക് വളരാം, അല്ലേ? ഹെബ്രായർ 6:5 വിശ്വാസത്തിന്റെ പ്രഥമ പാഠങ്ങൾ. ശ്രുതികട ഹല്ലേലൂയ. ഹെബ്രായർ 6:1 അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് നമുക്ക് പക്വതയിലേക്ക് വളരാം. ഇതാണ് ഞാൻ പറയണത് എപ്പോഴും. അതായത് വിശ്വാസം എന്ന് പറയണത് ഈ ക്രൊണോളജിക്കൽ ഗ്രോത്ത്. നമുക്ക് ശരീരം വളരുന്നു. നിനക്ക് 25 വയസ്സുണ്ട്, ഓക്കെ. പക്ഷേ നീ ആത്മീയതയിൽ തോറ്റ കക്ഷിയാണോ ജയിച്ച കക്ഷിയാണോ എന്ന് അറിയണമെങ്കിൽ 25 വയസ്സിൻ്റെ ലെവല്, ഫെയ്ത്ത് ലെവൽ ഉണ്ടാകണം. 25 വയസ്സിൻ്റെ ഫെയ്ത്ത് ലെവൽ ഉണ്ടാകണം. ചില ആൾക്കാർക്ക് ഇത് എടുത്താൽ പൊങ്ങാത്തതിൻ്റെ കാരണം ഇവരുടെ ഫെയ്ത്ത് ലെവൽ താഴെയാണ്. അവരുടെ പ്രായത്തിനൊത്ത വിശ്വാസമില്ല. ചിലപ്പോൾ വയസ്സ് 70 ഉണ്ടാകും, വിശ്വാസം ചിലപ്പോൾ 7 വയസ്സുകാരൻ്റെതായിരിക്കും. കാര്യം ഇതിന് മെയിൻ്റെനൻസ് ആവശ്യമായൊരു വിഷയമാണ്.
അതുകൊണ്ട് 10:17 റോമ 10:17 ആകയാൽ വിശ്വാസം വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ഈ ക്രിസ്തുവിന് വിശ്വാസം വളരണമെങ്കിൽ നമുക്ക് പല വിശ്വാസം ഉണ്ടാവും അല്ലേ. അമേരിക്കയും ഇപ്പോൾ ഇറാനും ഇസ്രയേലും തമ്മിൽ യുദ്ധം ചെയ്യുന്നു. ചിലർ വിശ്വസിക്കണത് ഇറാൻ ജയിക്കുമെന്ന്, ചില ആൾക്കാർ വിശ്വസിക്കണത് ഇസ്രയേൽ ജയിക്കുമെന്ന്. അങ്ങനെയൊക്കെ മനുഷ്യന്മാർക്ക് പല പല വിശ്വാസം ഉണ്ടാവും. പക്ഷേ ദൈവികമായ ഫെയ്ത്ത് എന്ന് പറയുന്നത് ക്രിസ്തുവിനെ കേന്ദ്രീകരിച്ചാണ് വരണത്. ക്രിസ്തുവിന് നിനക്കുള്ള അറിവാണ് നിൻ്റെ അനുഭവങ്ങളുടെ അനുപാതത്തെ നിശ്ചയിക്കുന്നത്. ക്രിസ്തുവിന് നിനക്കുള്ള അറിവ് ആണ്. അപ്പോൾ എപ്പോഴും നമുക്ക് ഈ പരിശുദ്ധാത്മാവിനോട് നമ്മൾ ചോദിക്കുമ്പോൾ, നിങ്ങൾ ഉടമ്പടി എടുക്കുമ്പോഴൊക്കെ നിയോഗങ്ങളൊക്കെ ഇതില്ലേ, അപ്പോൾ ഇത് പുതുക്കുമ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണം. പരിശുദ്ധാത്മാവിനോട് ചോദിക്കണത്, ഇപ്പം നമ്മൾ പരിശുദ്ധാത്മാവിന് വേണമെന്ന് പറയണത്, പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ 7 7ഒന്നുമല്ല 10 70 70,000 ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളതിനൊരു ഒരു കാറ്റഗറിക്കലേക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 7 പറയണത്. 7 പറഞ്ഞാൽ എല്ലാം ബൈബിൾ പഠിക്കണത്. 7 ദിവസം ദൈവം സൃഷ്ടിച്ചത്, ഉദാശകൾ 7, അങ്ങനെ എന്താ കാര്യത്തിൽ 7 ഒരു പൂർണ്ണമായ നമ്പർ ആയതുകൊണ്ടും ബിബ്ലിക്കൽ റെവലേഷൻ്റെ ഭാഗമായതുകൊണ്ടുമാണ്. അപ്പോൾ ഈ വിശ്വാസം, ഇപ്പോൾ 7 ദാനങ്ങളെന്ന് പറയുമ്പോൾ 70 ദാനങ്ങളും 700 7000 ദാനങ്ങളുണ്ട്. അത് നമ്മൾ വളരുന്നതനുസരിച്ച്, പക്ഷേ ബേസിക്കായിട്ട് ഈ ദാനങ്ങളുടെ വേഷപ്പകർച്ചകളോ അല്ലെങ്കിൽ വളർച്ചാരൂപങ്ങളോ ഒക്കെ ആയിരിക്കും മറ്റു ദാനങ്ങളെന്ന് പറയണത്. അപ്പോൾ ഈ യേശുക്രിസ്തുവിൽ ഇപ്പം നിങ്ങളെ ഒരു സബ്ജക്റ്റ്, നിങ്ങളിപ്പോൾ ഉടമ്പടി ചെയ്യുന്ന നമ്മളെല്ലാവരും ഭൗതികമായ വിഷയങ്ങളാണ് വെച്ചിരിക്കുന്നത്. ചിലർ വസ്തുവിക്കാൻ വയ്ക്കും അല്ലേ, ചില ആൾക്കാർ കല്യാണം കഴിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യും, ചിലർ പരീക്ഷ ജയിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്യും, ചിലർ കേസ് മാറാൻ വേണ്ടി ഉടമ്പടി ചെയ്യും. ഓക്കെ, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. ഇത് വെള്ളം പോലെ ഇരിക്കും സംഭവം. വിഷയങ്ങളെല്ലാം വെള്ളം പോലെയാണ്. വള്ളം ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? വെള്ളം വേണം അല്ലേ. വള്ളം ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ വെള്ളം വേണം. വിശ്വാസം വളരണമെങ്കിൽ വിഷയങ്ങൾ വേണം. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലേ? വിശ്വാസം വളരണമെന്നുണ്ടെങ്കിൽ വിഷയങ്ങൾ വേണം, ജീവിത വിഷയങ്ങൾ വേണം. ഒരു വിഷയമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വാസം വളർത്തിയെടുക്കാൻ, ഇപ്പോൾ നമ്മൾ കളർ എന്ന് പറയുന്നത് നിറം, വാട്ട് ഈസ് കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നീല പച്ച എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പേരല്ലേ, വാട്ട് ഈസ് കളർ. ഇന്ന് നമുക്ക് അത് ശരിക്കും പറഞ്ഞാൽ അത് ഫിസിക്സിൻ്റെ സബ്ജക്റ്റാണോ കെമിസ്ട്രിയുടെ സബ്ജക്റ്റാണോ, രണ്ടും അതിൻ്റെ അകത്തുണ്ട്. കെമിസ്ട്രിയുടെ കണ്ടൻറ്റും ഉണ്ട്, ഫിസിക്സിൻ്റെ കണ്ടൻറ്റും കളറിലുണ്ട്. പക്ഷേ കളർ എന്താണെന്ന് ആർക്കും അറിയത്തില്ല. കളറ് പച്ചയെന്ന് പറയുമ്പോൾ നമ്മളതിൻ്റെ ഇൻറ്റൻസിറ്റി, ഒരു കണ്ണ് ഒരു വസ്തുവിനെ സംവേദനമാക്കുമ്പോഴുണ്ടാകുന്ന ഡിസ്റ്റൻസ് അനുസരിച്ചുള്ള ഇൻറ്റൻസിറ്റിയിലുണ്ടാകുന്ന അനുഭവ തലങ്ങളെയാണ് കളർ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ബൈബിൾ ബ്രൗൺ കളർ എന്നല്ല പറയണത്. ബൈബിൾ ബ്രൗൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ പറ്റിച്ചേർന്നിരിക്കുന്നത് നമുക്ക് ബ്രൗൺ പോലെ മനസ്സിലാകുന്നു. മനസ്സിലായില്ലേ? ബ്രൗൺ പോലെ മനസ്സിലാകും. ഇതുപോലെയാണ് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസം പലപ്പോഴും സാധാരണ മനുഷ്യർക്ക് വിഷയബന്ധിയാണ്. ഒരു വിഷയം ഒരു വിഷയം, നമ്മൾ പരീക്ഷ അല്ലെങ്കിൽ കല്യാണം അല്ലെങ്കിൽ മക്കളില്ല എന്നിപ്പോൾ കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് വിശ്വാസം കാണപ്പെടാത്തതുണ്ട് എന്നുള്ളതാണ് അല്ലേ. നമ്മൾ വായിച്ചില്ലേ ഹെബ്രായർ എന്താ പറഞ്ഞത്? ഹെബ്രായർ 11:1 എന്താ പറഞ്ഞത്? വിശ്വാസം കാണപ്പെടാത്തത് ഉണ്ട്. പിന്നെന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പാണ്. അപ്പം കാണപ്പെടാത്ത സാധനത്തിനെ കാണപ്പെടുന്ന പരുവത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിന് ഉപയോഗിക്കുന്ന പവറാണ് വിശ്വാസം എന്ന് പറയണത്. കാണപ്പെടുന്നില്ല, ആ സംഭവമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷിയുടെ വായിച്ചത് പറഞ്ഞത് ഒരു കുഞ്ഞിനെ, അത് 14 വയസ്സായി, 14 വയസ്സായിട്ടും ഗർഭപാത്രമില്ല. അപ്പം അമ്മയ്ക്ക് ഭയങ്കര കരച്ചിൽ. കാര്യം എന്താ? ഗർഭപാത്രം ഇല്ലെങ്കിൽ ഉള്ള അവസ്ഥ എന്താ? ഇങ്ങനെ നമുക്ക് സങ്കീർണങ്ങളും മനസ്സിലാക്കാൻ പറ്റാത്തവരുടെ ജീവിത അനുഭവ തലങ്ങൾ നിൽക്കുമ്പോൾ വിശ്വാസമാണ് നമുക്ക് ആശ്വാസം നൽകണത്. എന്താണ് വിശ്വാസം? നമ്മൾ എന്ത് പറയും? കാണപ്പെടാത്തത് ഉണ്ട്. ഉണ്ട്. പിന്നെന്താണ്? പ്രത്യാശിക്കുന്നവ ലഭിക്കും. വിശ്വാസത്തിൻ്റെ റോൾ എന്താ? വാട്ട് ഇസ് ദ റോൾ ഓഫ് ഫെയ്ത്ത്? അത് കാണപ്പെടാത്തത് ഉണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. ഇപ്പോഴത്തെ പോയിന്റ്, നമുക്ക് വേണ്ട പല സാധനങ്ങളും കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ ദൈവത്തെ കക്ഷി ചേർത്തുകൊണ്ട് നമ്മൾ വിശ്വസിക്കുന്നു. ഇറ്റ് ഈസ് ദേർ.
അതാണ് നമ്മൾ പറയണത് കർത്താവിൻ്റെ കൈകളിലെന്നാണ് നമ്മൾ പറയണത്. കാണപ്പെടാത്തത് നമുക്ക് ആവശ്യമുള്ളത് ഇപ്പം നമ്മുടെ കൺമുമ്പിലില്ല. പക്ഷെ നമ്മൾ പറയും, എന്ത് പറയും? കർത്താവിൻ്റെ കൈകളിൽ ഉണ്ട് എന്ന് പറയും. കാണപ്പെടാത്തത് ഉണ്ടെന്ന് വെച്ചാൽ ബൈബിൾ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൻ്റെ കൈകളിലുണ്ടെന്നാണ്. അതാർക്ക് കിട്ടും? പ്രത്യാശിക്കുന്നവർക്ക് ലഭിക്കും. പ്രത്യാശിക്കുന്നവർക്ക് ഈ ശരിക്കും പറഞ്ഞാൽ വിശ്വാസത്തെ ആക്ടിവേറ്റ് ചെയ്യണത് ഈ പ്രത്യാശയാണ്. നമ്മൾ ഉടമ്പടി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താ നമ്മളെ പ്രത്യാശയെയും വിശ്വാസത്തെയും മെറ്റീരിയലൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എഫിഷ്യൻസിയാണ് ഉടമ്പടി കാഴ്ചവെക്കുന്നത്. അത് ഞാൻ വളരെ ലളിതമായിട്ട് പറയാം. ബുദ്ധിയുള്ളവരും കുറച്ചുകൂടി വിദ്യാഭ്യാസം കൂടുതലുള്ളവരും അച്ഛൻ ആദ്യം പറഞ്ഞ ഫോളോ ചെയ്യണം. രണ്ടാമത് പറയണത് അതിൽ താഴെ ഗ്രാസ്പിംഗ് പവറുള്ളവർക്കാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്, നമ്മുടെ കയ്യിലില്ല, പക്ഷേ കർത്താവിൻ്റെ കയ്യിലത് ഉണ്ട് അല്ലേ? ഇനി എന്ത് ചെയ്യണം? വിശ്വാസം എന്നത് കാണപ്പെടാത്തതുണ്ട്, പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പ്. ഈ പ്രത്യാശ ആരിലാണ്? ദൈവത്തിലാണ് പ്രത്യാശിക്കുന്നത്. ഈ പ്രത്യാശയ്ക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് എന്താണ്? നമ്മുടെ പ്രത്യാശയുടെ പ്രകടിപ്പിക്കുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് വിശ്വാസം. പിന്നെന്താണ് വിശ്വാസം? അതാണ് ഈ പ്രാർത്ഥന. ഞാൻ ചില പ്രാർത്ഥനക്കാരെ ഞാൻ ശരിക്കും വഴക്കിടും. എന്താ കാര്യം? അവർ 60 വർഷമായാലും പ്രാർത്ഥന തന്നെയാണ് ഇൻസ്ട്രുമെൻ്റായിട്ട് കൊണ്ട് നടക്കുന്നത്. 60 വർഷമായാലും അവർക്ക് പ്രാർത്ഥന, അവർക്ക് അതേ അറിയാൻ പാടുള്ളൂ. പക്ഷെ ഒരു മേജർ സബ്ജക്റ്റിനെ അഡ്രസ്സ് ചെയ്യാൻ പ്രാർത്ഥന ചിലപ്പോൾ പരാജയമായിരിക്കും. എന്താ കാര്യം? പ്രാർത്ഥന വർക്കൗട്ട് ചെയ്യണത് വിശ്വാസത്തിലാണ്. അത് ദൈവിക പുണ്യത്തിൻ്റെ ആദ്യ ഭാഗമേ ആകുന്നുള്ളൂ. രണ്ടാം ഭാഗം എന്താണ്? പ്രത്യാശയാണ്. മൂന്നാം ഭാഗം എന്താണ്? സ്നേഹമാണ്. മനസ്സിലായില്ലേ? ഈ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സ്നേഹം, അതായത് ചില വിശ്വാസം ചില വിഷയങ്ങൾ പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ഈ കൊണ്ട് ഒരു 10 ജപമാല ചൊല്ലിയാൽ പ്രവർത്തനക്ഷമമാകും, പ്രാർത്ഥനയാൽ പ്രവർത്തനക്ഷമമാകും. ചിലത് അതിനേക്കാൾ മേജറാണത് പ്രാർത്ഥന കൊണ്ട് നിൽക്കത്തില്ല. മനസ്സിലായില്ലേ? പിശാസിനെ പുറത്താക്കേണ്ട കാര്യം പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് പിശാസിനെ പുറത്താക്കാൻ കഴിയാതിരുന്നതെന്ന് പറയുമ്പോൾ അതൊന്ന് വായിച്ചേ, ആ ഭാഗം ഒന്ന് വായിച്ചേ. കർത്താവ് താപോറിൽ ഇറങ്ങുന്നില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇത് ഇത്തിരി പാടുള്ള പരിപാടിയാണ്. എന്നാലും അറിയണം, ഉടമ്പടിയിലേക്ക് ഇങ്ങനെ 10-100 ധ്യാനം കൂടി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ധ്യാനം തന്നെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ വിശ്വാസത്തിന് ബാലപാഠങ്ങളിൽ കിടക്കും. ഉടമ്പടിയുടെ പുതുക്കൽ കൂടുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ഗ്രേഡ് വർദ്ധിക്കണം, കപ്പാസിറ്റി വർദ്ധിക്കണം. അത് വായിച്ചേ. മത്തായി 17:19 വായിച്ചോളൂ. അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു. എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? യേശു പറഞ്ഞു. ഇതിന്റെ പോക്കണ്ടല്ലേ? അപ്പൊ കഴിയാത്ത കാര്യങ്ങൾ അപ്പോസ്തലന്മാർക്ക് വരെ ഉണ്ടെന്നർത്ഥം. അപ്പം നിങ്ങൾക്ക് കഴിയണില്ലെന്ന് പറഞ്ഞാൽ അതിൻ്റെ അത് കാര്യമൊന്നുമില്ല. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്നിട്ട് പോലും ചില കാര്യങ്ങൾ ചെയ്യാൻ അപ്പോസ്തലന്മാർക്ക് കഴിവില്ല. എന്തുകൊണ്ടാണ് കാര്യം? അതാണ് ഈ ഫസ്റ്റ് ലെവൽ ഫെയ്ത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ കഴിയത്തില്ല, ഉറപ്പല്ലേ? ഫസ്റ്റ് ലെവൽ ഫെയ്ത്ത് ഉപയോഗിച്ചാൽ ചില കാര്യങ്ങൾ അപ്പോസ്തലന്മാർക്ക് പോലും കഴിയത്തില്ല. എന്നിട്ട് ഈശോ പറയും, നിങ്ങളെ ഇങ്ങനെയുള്ള ഇതിൻ്റെ ഗ്രേഡ് കൂടിയ സംഭവമാണ്. ഈ ഗ്രേഡ് കൂടിയ സംഭവങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങളുടെ വിശ്വാസം പോരാതെ വരും. പിന്നെ എന്ത് ചെയ്യണം? പ്രാർത്ഥന വേണം. പിന്നെ എന്ത് ചെയ്യണം? ചിലത് പ്രാർത്ഥന കൊണ്ട് ശരിയാകത്തില്ല. എന്താ കാര്യം? ചില കയ്യെഴുത്ത് പ്രതികളിൽ പ്രാർത്ഥന കൊണ്ടല്ലാതെ കിടക്കുന്നുണ്ടെങ്കിലും ചില കയ്യെഴുത്ത് പ്രതികളിൽ കിടക്കണ എന്താണ്? നമ്മളെ അതായത് മൊബൈലിൽ കാണത്തില്ലത്. അതായത് മത്തായി 17 അധ്യായത്തിൻ്റെ താഴെ ടിപ്പണിയിലുണ്ട്, അതായത് ഫുഡ് നോട്ടിലുണ്ട്. എന്താ പറഞ്ഞിരിക്കുന്നത്? ചില കയ്യെഴുത്ത് പ്രതികളിൽ 17 അധ്യായം 21 വാക്യമായി പ്രാർത്ഥനയും ഉപവാസവും വഴി അല്ലാതെ ഈ വർഗത്തെ പുറത്താക്കാനാവില്ല എന്ന് ചേർത്ത് കാണുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പം ചില ബന്ധനങ്ങൾ അഴിക്കണമെങ്കിൽ പ്രാർത്ഥന മാത്രം പോരാ, പിന്നെന്ത് വേണം? ഉപവാസം വേണം. മനസ്സിലായില്ലേ? അതാണ് ഈ ഉടമ്പടിയിൽ ഉപവാസം ചേർത്തിരിക്കുന്ന കാര്യം. മേജർ കാര്യങ്ങളെ പൊക്കിയെടുക്കാൻ വേണ്ടിയാണ്, ബലം കിട്ടാൻ വേണ്ടിയാണ്. ഇപ്പം 5 കിലോ പൊക്കണമെങ്കിലും 10 കിലോ പൊക്കണമെങ്കിലും ഒരേ ബലം മതിയാണ്. 5ാം ക്ലാസ്സുകാരൻ ചിലപ്പോൾ 5 കിലോ പൊക്കും,
പക്ഷേ 5 കിലോ അവന് 10 കിലോ അവന് പൊക്കേണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊക്കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? 10ാം ക്ലാസ്സുകാരൻ, അവൻ്റെ ബോഡി വെയിറ്റ് 10ാം ക്ലാസ്സിൻ്റെ ശരീരപ്രകൃതിയുള്ള ആളിന് അത് പൊക്കാം. അപ്പോൾ വിശ്വാസം നമ്മുടെ നമ്മുടെ ശരീരത്തിൻ്റെ വയസ്സ് വളരണ പോലെ വിശ്വാസം വളരണം എന്നുണ്ടാകുന്ന നോക്കണം. നമ്മളെപ്പോഴും എൻ്റെ കൂടെ ആപ്പിള്ളി എന്നും പറഞ്ഞുകൊണ്ട് ഒരു ബ്രദറുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അയാളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടും കൊന്തയെല്ലാം നിൽക്കും. സെമിനാരി ഇംഗ്ലീഷ് കൊന്ത. അപ്പോൾ കൊന്തയിലുള്ള സമയത്ത് ഈ ആപ്പിളിയുടെ കയ്യിലൊരു കൊന്ത ഉണ്ടാകും, എൻ്റെ കയ്യിലും കൊന്ത ഉണ്ടാകും. ഞാനിങ്ങനെ അച്ഛന്മാരെ പേടിച്ചും ദൈവത്തിനെ പേടിച്ചും ഒക്കെ കൊന്തയെല്ലാം വൃത്തിമേനയായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആപ്പിളിൽ എന്ന് വെച്ചാൽ ആപ്പിളിൻ്റെ മെയിൻ പരിപാടി ആപ്പിൾ ഞങ്ങൾക്കവിടെ സെമിനാരി ബാസ്കറ്റ് കളിക്കാം, ഫുട്ബോൾ കളിക്കാം, അതുപോലെ തന്നെ കരാട്ടയ്ക്ക് പോകാം. എന്ത് വേണമെങ്കിലും വൈകുന്നേരം 5 മണിക്ക് 1 മണിക്കൂർ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഫിസിക്കലായിട്ട് എക്സസൈസിൻ്റെ ടൈമാണ്. ആപ്പിൾ ഇതൊന്നും പോകത്തില്ല. ആപ്പിൾ ജിംനേഷ്യത്തിലേ പോകത്തുള്ളൂ. ആ സമയത്ത് ആപ്പിൾ ജിംനേഷ്യത്തിലേ പോകത്തുള്ളൂ. അപ്പോൾ ആപ്പിൾ എന്നാ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് കുളിച്ച് കഴിഞ്ഞിട്ട് ഈ ജിംനേഷ്യത്തിൽ പോയിട്ട് വന്നിട്ട് കുളിക്കും. ശരീരം തണുത്ത് കഴിയുമ്പോൾ കുളിച്ച് വന്നിട്ട് ഞങ്ങളെല്ലാം പിന്നെ കൊന്തക്ക് കയറും. കൊന്തക്ക് കയറുന്ന സമയത്തെല്ലാം ആപ്പിൾ ജിംനേഷ്യത്തിൽ ഇരിക്കുന്ന സമയത്ത് കണ്ണാടി വെച്ചുകൊണ്ട് ഏത് മസിലാണ് പൊങ്ങിയത്, ഏതാണ് താന്നത്, വയറിൽ എത്ര മസിൽ വന്ന്, 6 പാക്ക് വന്നാൽ ഇപ്പം 4 വന്നുള്ള 5 വന്നാന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. കണ്ണാടി നോക്കത്തില്ലേ? അതുപോലെ ഈ കൊന്തയിലുള്ള സമയത്ത് കണ്ണാടി നോക്കാൻ പറ്റത്തില്ല. കൊന്തയിലുള്ള സമയത്ത് ശരീരം ഇവിടം വരെ ഉടുപ്പിട്ടിരിക്കുകയല്ലേ. ആപ്പിൾ നോക്കണ ഈ മസിൽ ചുട്ടി എന്നെ കാണിക്കും കൊന്തയിട്ടൊക്കെ. ഇതിനത് മസിൽ എന്നുവെച്ചാൽ എൻ്റെ കയ്യിൽ മസിലൊന്നും ഇല്ലല്ലോ. ആപ്പിളിൻ്റെ കയ്യിൽ 5-6 മസിലുണ്ട്. അതിങ്ങനെ ഡംബൽസ് പിടിച്ച് മസിലുണ്ടാക്കിയതാണ്. ഇപ്പോൾ നന്മ പറഞ്ഞ് പറയുന്നത് ജല്ലിക്കെട്ടിക്കുന്ന സമയത്ത് പരിശുദ്ധ പറഞ്ഞ് ചെല്ലുമ്പോൾ ആപ്പിളി കൈ ചുട്ടി എന്നെ കാണിക്കും. നോക്കിയേ എത്ര മസിലായെന്ന് നോക്കി. എന്നാ പറ്റി? ആപ്പിളി ആ കൊല്ലം തന്നെ സെമിനാരിന്ന് പോയി. അതാണ് വിഷയം. എന്നാലും ഞാൻ ആപ്പിളി എപ്പോഴും ഓർത്തിരിക്കും. ഇന്നിപ്പോൾ ഹൈക്കോടതിയിൽ വലിയ വക്കീലാണ് പുള്ളി. കാരണം അദ്ദേഹത്തിൻ്റെ വിളി അതായിരുന്നു. പക്ഷേ ഞാനിവിടെ നിൽക്കുന്നു. അതാണ് വിഷയം. നമ്മളെങ്ങനെ ദൈവദിനത്തിനെ പെരുമാറുന്നത് അതനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവിയെല്ലാം നിശ്ചയിക്കപ്പെടുന്നത്. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ പ്രാർത്ഥന ഇടക്ക് പോലും അയാൾ നോക്കിയത് മസിൽ എത്ര എണ്ണം കട്ട കൂടി എന്നാണ് നോക്കുന്നത്. അത് അയാൾക്ക് ആ ശരീരത്തെക്കുറിച്ച് അത്രയും ജാഗ്രത ഉണ്ടല്ലോ. ഇത്രയെങ്കിലും ജാഗ്രത നമുക്ക് പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകണം. ഓരോ ദിവസം ചെല്ലും തോറും നമ്മുടെ വിശ്വാസം വളർന്നതും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. മനസ്സിലായില്ലേ? അയാൾ പ്രാർത്ഥന ഇടക്ക് പോലും അയാളുടെ ശരീരം വളർന്നതെന്നാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴും നിങ്ങൾ പോയി സിനിമ കണ്ടാലും ശരി, അപ്പോഴും വിശ്വാസത്തെക്കുറിച്ച് നമുക്കൊരു ജാഗ്രത ഉണ്ടാകണം. ഇതിൽ വളരുന്നുണ്ടോ ഒന്ന് പ്രാർത്ഥിച്ച്. കർത്താവായ ദൈവമേ, വയസ്സ് വളരുന്നതനുസരിച്ച് വിശ്വാസത്തിൽ വളർച്ച ഉണ്ടാകുവാൻ അങ്ങ് നൽകുന്ന വിഷയങ്ങളോട് സുവിശേഷവിഹിതമായി പ്രതികരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുകളിലായി ഇപ്പോഴും നിൽക്കുവാൻ ആരാധനയിലൂടെ അധിക അഭിഷേകം ഞങ്ങൾക്ക് നൽകണം.